ഇന്ത്യൻ ആർമി എത്രത്തോളം പ്രാധാന്യമുള്ളതും നിർണായകവുമാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല ജോലി എന്നും മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ രാജ്യത്ത് എവിടെ ഒരു ദുരന്തമുണ്ടായാലും ഓടിയെത്തി നമ്മളെ അപകടനിലയിൽ നിന്ന് സംരക്ഷിക്കുക കൂടി ചെയ്യുന്നു എന്നുള്ളത് നിരവധി തവണ നാം കണ്ടതാണ്. ഈയിടെ വയനാട് മുണ്ടക്കയിൽ സംഭവിച്ച അതിദാരുണമായ ഉരുൾപൊട്ടൽ നാം കണ്ടതാണ്. നിരവധി ജനങ്ങളുടെ ജീവനും സ്വത്തും വീടും എല്ലാം കവർന്നെടുത്തുകൊണ്ടു പോയത് നമ്മൾക്ക് നിസ്സഹായരായി കണ്ടു നിൽക്കേണ്ടി വന്നു. അവിടെ ഇന്ത്യൻ ആർമിയുടെ രക്ഷാപ്രവർത്തനം വളരെ ഭംഗിയായാണ് നടപ്പിലാക്കിയത്. നിരവധി ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിലുപരി അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതും നാം കാണുകയുണ്ടായി. ജീവൻ പോലും പണയം വച്ചുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് ആർമി ഒന്നടങ്കം നേതൃത്വം കൊടുത്തത്. അനുകൂലമല്ലാത്ത കാലാവസ്ഥയിലും ആർമിയുടെ പ്രവർത്തനം, അതായത് ഭൂപ്രകൃതി എത്ര തന്നെ അപകടനിലയിലായാലും ജീവൻ പണയം വച്ചും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കണ്ടത്. ഇനി ദുരന്ത മേഖലയിലെ സൈനിക സേനയുടെ വിവിധ റോളുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. വെള്ളപ്പൊക്കം, ഭൂകമ്പം, ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും അതുപോലെ മനുഷ്യനിർമ്മിത പ്രതിസന്ധികളും പതിവായി ബാധിക്കുന്ന ഒരു രാജ്യമായ ഇന്ത്യയിൽ ദുരന്ത പ്രതികരണത്തിലും പ്രവർത്തനങ്ങളിലും അർദ്ധസൈനിക സേനയുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് എന്നിവയുൾപ്പെടെയുള്ള ഈ സേനകൾ അടിയന്തര സാഹചര്യങ്ങൾ കാര്യക്ഷമമായി ചെയ്യുന്നതിനുള്ള പ്രത്യേക പരിശീലനവും റിസോഴ്സ് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതുമാകുന്നു. അവരുടെ വേഗത്തിലുള്ളതും ഏകോപിപ്പിച്ചതുമായ പ്രവർത്തനങ്ങൾ ജീവൻ രക്ഷിക്കുക മാത്രമല്ല, നിർണായക അടിസ്ഥാന സൗകര്യ പിന്തുണയും മാനുഷിക സഹായവും നൽകുന്നു. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അർദ്ധസൈനിക വിഭാഗങ്ങളാണ് പലപ്പോഴും സംഭവസ്ഥലത്ത് ആദ്യം എത്തുന്നത്. അവരുടെ അടിയന്തര ചുമതലകളിൽ ഇവ ഉൾപ്പെടുന്നു. സൈനിക വിഭാഗങ്ങൾക്ക് വിപുലമായ തിരച്ചിൽ, രക്ഷാപ്രവർത്തനം എന്നിവയിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയവരെയോ അപ്രാപ്യമായ സ്ഥലങ്ങളിൽ കുടുങ്ങിപ്പോയവരെയോ വേഗത്തിൽ കണ്ടെത്താനും രക്ഷിക്കാനും അവർക്ക് കഴിയും. പല അർദ്ധസൈനിക വിഭാഗങ്ങളിലും പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷകൾ നൽകാനും അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനും മെഡിക്കൽ ടീമുകൾ തന്നെയുണ്ട്. ദുരന്തത്തിൽപ്പെട്ടവരെ ചികിത്സിക്കുന്നതിനായി താൽക്കാലിക മെഡിക്കൽ ക്യാമ്പുകൾ സ്ഥാപിക്കാനും അവർക്ക് സഹായിക്കാനാകും. അപകട മേഖലകളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റാൻ ഈ സേന സഹായിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സ് എത്തിക്കുന്നതിലും പരിശീലനം നേടിയവരാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിലും ലോജിസ്റ്റിക്സിലുമുള്ള അവരുടെ പരിശീലനം ഒഴിപ്പിക്കലുകൾ ചിട്ടയായും കാര്യക്ഷമമാണെന്നും ഉറപ്പാക്കുന്നു. പ്രാഥമിക പ്രതികരണത്തിന് ശേഷം സ്ഥിതിഗതികൾ സുസ്ഥിരമാക്കുന്നതിൽ അർദ്ധസൈനിക സേന നിർണായക പങ്ക് തന്നെ വഹിക്കുന്നു. റോഡുകൾ വൃത്തിയാക്കാനും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. മറ്റ് അടിയന്തര സേവനങ്ങളെ ബാധിത പ്രദേശങ്ങളിൽ നിന്നും വേഗത്തിൽ എത്തിച്ചേരാൻ ഈ പ്രവർത്തനങ്ങൾ വളരെയധികം അനുവദിക്കുകയും ചെയ്യുന്നു. ആശയവിനിമയ ശൃംഖലകൾ സ്ഥാപിക്കുന്നതിൽ അവർ വഹിക്കുന്ന പങ്കും വലുതാണ്. വിവിധ ഏജൻസികളും ബാധിതരായ ജനങ്ങളും അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ട ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും സൈന്യം ഉണ്ടാക്കുന്നു. ദുരന്തത്തിൽ കുടിവെപ്പിക്കപ്പെട്ടവർക്കായി താൽക്കാലിക ഷെൽട്ടറുകൾ നിർമ്മിക്കാൻ സൈനിക സേന പലപ്പോഴും സഹായിക്കുന്നു. ശാശ്വതമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതുവരെ ഈ അഭയകേന്ദ്രങ്ങൾ ദുരിതബാധിതർക്ക് സുരക്ഷിതമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. ഫലപ്രദമായ ദുരന്ത നിവാരണത്തിന് വിവിധ ഏജൻസികൾ തമ്മിലുള്ള തടസ്സമില്ലാത്ത ഏകോപനം ആവശ്യമാണ്. അർദ്ധസൈനിക സേനകൾ ഈ മേഖലയിൽ വളരെയധികം നല്ല മികവാണ് പുലർത്തുന്നത്. അത് അവരുടെ സംഘടനാ വൈദഗ്ധ്യവും അച്ചടക്കവുമാണ് തുറന്നു കാട്ടുന്നത്. ഇതിനു വേണ്ടി അവർ ചെയ്യുന്ന സഹായവും വളരെ വലുത് തന്നെയാണ്. വിവിധ ഏജൻസികളുമായിട്ടുള്ള കോർഡിനേഷൻ, അതായത് ഏകീകൃത പ്രതികരണം ഉറപ്പാക്കാനായിട്ട് സൈനിക സേനകൾ പ്രാദേശിക അധികാരികളുമായിട്ടും ദുരന്ത നിവാരണ ഏജൻസികളായിട്ടും സർക്കാർ ഇതര സംഘടനകളായിട്ടുമെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ദുരിതബാധിത പ്രദേശങ്ങളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ, ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവ എത്തിച്ച് അവർ ലോജിസ്റ്റിക്സ് പിന്തുണയും നൽകുന്നു. ലോജിസ്റ്റിക്സിലെ സൈന്യത്തിൻ്റെ വൈദഗ്ധ്യം അവശ്യ സാധനങ്ങൾ കാര്യക്ഷമമായി വിതരണം ചെയ്യപ്പെടുന്നുവെന്നും ആവശ്യമുള്ളവരിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുന്നുവെന്നും ഉറപ്പാക്കുന്നു. ഒരു ദുരന്തത്തിന് ശേഷം സംഭവത്തിൽ ആഘാതമേറ്റവരുടെ മാനസികാവസ്ഥ വളരെ മോശമായിരിക്കും. ആയതിനാൽ തന്നെ അവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകുന്നതിലും സൈന്യം മുൻപിൽ തന്നെയായിരിക്കും.
പരിശീലനം ലഭിച്ച സൈനിക ഉദ്യോഗസ്ഥർ ദുരന്തത്തിൽ മാനസികാഘാതം ബാധിച്ചവർക്ക് കൗൺസിലിംഗും നടത്തുന്നു, മാനസിക പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ആഘാതത്തെ നേരിടാനും വീണ്ടെടുക്കൽ പ്രക്രിയ ആരംഭിക്കാനും അവരെ ഇത് സഹായിക്കുന്നു. ദുരന്തത്തിൽപ്പെട്ടവരുമായി ഒരു സമ്പർക്കം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട ഉറപ്പ് നൽകുകയും അവർക്ക് വേണ്ട ക്രമബോധങ്ങൾ നിലനിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധികളിൽ അവരുടെ വൈകാരിക സ്ഥിരതയ്ക്ക് നിർണായകമാണ്. ദുരന്ത നിവാരണത്തിനും പ്രതിരോധത്തിലും സൈനിക സേന ഒഴിച്ചുകൂടാനാവാത്ത പങ്ക് വഹിക്കുന്നു. അവരുടെ പരിശീലനവും അച്ചടക്കവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവും സൈന്യത്തെ ഏത് അടിയന്തര ഘട്ടത്തിലും നിർണായക ഭാഗമാകാൻ പ്രാപ്തമാക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ മുതൽ ദീർഘകാല വീണ്ടെടുക്കൽ ശ്രമങ്ങൾ വരെ ഈ സേനകൾ വിലമതിക്കാനാകാത്ത പിന്തുണയാണ് നൽകുന്നത്. ദുരന്തങ്ങൾക്ക് ശേഷവും ജീവൻ രക്ഷിക്കാനും സാധാരണ നില പുനഃസ്ഥാപിക്കാനും സഹായിക്കുന്നു. ദുരന്ത നിവാരണത്തിൻ്റെ ശക്തവും വിശ്വസനീയവുമായ ഒരു ഭാഗം തന്നെയാണ് സൈനിക സേനകൾ.